അറിയാം. ഏറ്റവും ഒടുവിൽ ഇന്നലെ 6 മണിക്കാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം ഏതാണ്ട് ആരംഭിച്ചത്. പക്ഷേ അത് 2 മണിക്കൂറോളം നീളുന്ന സമഗ്രമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ, അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചുപോയ നെഹ്റുവിനെ കുറ്റപ്പെടുത്താനൊക്കെയാണ് നരേന്ദ്രമോദി തയ്യാറായത്. എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് മാത്രമേ പെഹൽഗാമിനെ കുറിച്ച് പറഞ്ഞിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത്. ഈ രാഷ്ട്രീയമായിട്ടുള്ള അറ്റാക്ക് നടത്തി എന്നുള്ളത് കൊണ്ട്, ഒരു പ്രസംഗം നടത്തി എന്നുള്ളത് കൊണ്ട് കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ബി ജെ പിയുടെ ഒരു ഹാൻഡിലുകൾക്ക്, അല്ലെങ്കിൽ ബി ജെ പി മീഡിയകൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്ന എല്ലാ മെറ്റീരിയലുകളും അതിനകത്ത് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ എക്കാലത്തെയും വലിയ ഒരു തന്ത്രം എന്ന് പറയുന്നത് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നാണ്. അദ്ദേഹം ഒരിക്കലും ഇപ്പോൾ പഹൽഗാമിൽ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല, ആളുകളെ പിടിച്ചിട്ടില്ല, സുരക്ഷാ വീഴ്ച ഉണ്ടായോ, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പുള്ളി ഒരിക്കലും കൃത്യമായി മറുപടി പറയാറില്ല.